കാലിയായിട്ടുള്ള നമ്മുടെ പെയിൻറ്റ് കുപ്പി വെച്ച് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു വർക്കുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മോൾഡിറ്റാണ്. അപ്പോൾ മോൾഡിറ്റ് നമ്മൾ ഹാഫ് പോർഷൻ എടുത്തിട്ട്, അതായത് ഒരുമിച്ച് മിക്സ് ചെയ്ത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരുമിച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു സമയം കഴിയുമ്പോഴത്തേക്കും കട്ടായി പോവും. അപ്പോൾ അത് വേസ്റ്റായി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ഹാഫ് പോർഷൻ മാത്രം എടുത്തിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം അതൊന്ന് നമ്മുടെ ചപ്പാത്തി പരത്തുന്ന അതേ രീതിയിൽ പരത്തി കൊടുക്കുക. ഒരുപാട് തിക്നെസ് ഒന്നും വേണ്ട. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ നമ്മളിപ്പോൾ പരത്തി എടുത്തേക്കുന്ന നമ്മുടെ മോൾഡിറ്റ് എടുത്തു വെച്ചിരിക്കുന്ന ബോട്ടിലൊന്ന് കവർ ചെയ്തെടുക്കുക. അതായത് അതിൻ്റെ ആ ഫുൾ പോർഷൻ, അതായത് ബോട്ടിലാണെന്ന് പറയാൻ പാടില്ല, ആ രീതിയിൽ ഫുള്ളായിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൈ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് അത് നല്ല സെറ്റായിട്ട് കിട്ടും. ഇനി അത് ഉണങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ഈ നൈഫ് വെച്ചിട്ട്, ഒരാൾ വണ്ടിയിൽ ഹോൺ അടിച്ച് പോയതുകൊണ്ട് വോയിസ് ഇടയ്ക്കൊന്ന് ഡിസ്റ്റർബ് ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാം. അപ്പം ദേ ഈ രീതിയിൽ, അതായത് നമ്മൾ വരയിട്ട് കൊടുക്കുമല്ലോ, അതേ രീതിയിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും ഇതിന് പ്രത്യേകം ടൂൾസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതേ വെച്ച് ചെയ്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ അങ്ങനെ ടൂൾസോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ നൈഫ് വെച്ചിട്ടാണ് ഒന്ന് വരയിട്ട് കൊടുക്കുന്നത്. അതായത് നമ്മുടെ ആ ഒരു ഇഷ്ടികയുടെ, നമ്മൾ കളർ കൊടുത്തു കഴിയുമ്പോൾ ആ ഒരു ഇഷ്ടിക ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്ന പോലത്തെ ഒരു ലുക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊന്ന് സെറ്റ് ചെയ്തെടുക്കുന്നത്. ഇനി നമ്മൾ റൗണ്ടിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഈ ബോട്ടിൽ അതിനകത്ത് ഇരിക്കുമോ എന്നുള്ള കേസ് ഒന്ന് വെച്ച് നോക്കിയതിന് ശേഷം അതും നമുക്ക് മോൾഡിറ്റ് വെച്ച് കവർ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു 1.5 പാക്കറ്റ് ഉണ്ടെങ്കിൽ, നമുക്ക് മോൾഡിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ വർക്ക് ഫിനിഷ് ചെയ്ത് എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ആ റൗണ്ട് പേപ്പർ കട്ട് ചെയ്ത് അതിനകത്ത് വെച്ച് തന്നെയാണ് പരത്തുന്നത്. അപ്പോൾ അതും നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ ഉപയോഗിച്ച് അതൊന്ന് ഒട്ടിച്ചു കൊടുക്കാവുന്നതാണ്. പക്ഷേ ഫെവിക്കോൾ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. മോൾഡിറ്റ് ഉണങ്ങി കഴിയുമ്പോൾ അത് സെറ്റായിട്ട് കിട്ടും. അപ്പോൾ അത് ആ റൗണ്ടിൽ നല്ല നീറ്റായിട്ട് ഒന്ന് കട്ട് ചെയ്ത് അതിനകത്ത് സെറ്റാക്കി വെക്കുക. ഇപ്പോൾ മോൾഡിറ്റ് വെച്ച് പരത്തുമ്പോൾ ഇത് ഒട്ടിയൊന്നും പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് കുറച്ച് പൗഡറും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ റൗണ്ടിൽ അത് പരത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഞാൻ എടുത്തേക്കുന്നത് ഒരു ഈർക്കിൽ കഷ്ണമാണ്. അപ്പോൾ ഈർക്കിൽ കഷ്ണത്തിന് പകരമായിട്ട് നിങ്ങളിപ്പോൾ ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഈർക്കിലിയൊക്കെ നമുക്ക് ഈസിലി അവൈലബിൾ ആയതുകൊണ്ട് ഈർക്കിലി എടുത്തുവെന്നേ ഉള്ളൂ. അപ്പോൾ ഈർക്കിലിയുടെ പുറത്തും നമ്മൾ ഇതേപോലെ നമ്മുടെ മോൾഡിറ്റ് വെച്ചിട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. മോൾഡിറ്റ് വെച്ചിട്ട് കൈ കൊണ്ടൊന്ന് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലുക്കിൽ നമുക്ക് കിട്ടും. അപ്പോൾ അത് ഒരേ നീളത്തിലും ഏകദേശം ഒരേ വണ്ണത്തിലുമുള്ള 2 ഈർക്കിലി കഷ്ണങ്ങൾ ഇതേപോലെ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് അവിടെ ഒട്ടിച്ച് വെക്കണം. അപ്പോൾ അതിനായിട്ട് ഒന്നെങ്കിൽ ഫെവിക്കോൾ വെച്ച് ഒട്ടിച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ മോൾഡിറ്റ് വെച്ച് തന്നെ കുറച്ച് സമയം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് സെറ്റായിട്ടിരിക്കും. അപ്പം എനിക്ക് കുറച്ച് ധൃതി കൂടുതലായതുകൊണ്ട് അത് ഒരെണ്ണം ഒട്ടണതിന് മുമ്പേ അടുത്തതും കൂടെ വെക്കാൻ നോക്കി ഇതേ പോണു അവൻ. അപ്പോൾ എന്തായാലും നിങ്ങൾ കുറച്ച് സമയമൊക്കെ എടുത്തിട്ട് പതുക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഇവിടെ രണ്ടും കറക്റ്റായിട്ട് ഒട്ടിയിരിപ്പുണ്ട്. അപ്പോൾ 2 സൈഡിലും ഇതിപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഏകദേശം ഒരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. ഒരു കുഞ്ഞി കിണറാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്. അപ്പോൾ നമ്മുടെ പഴയ കാലത്തെ കിണറൊക്കെ ഉണ്ടല്ലോ, മറ്റേ കപ്പയും കയറും ഒക്കെ വെച്ചിട്ടുള്ള കിണറുണ്ടല്ലോ, അപ്പോൾ അതാണ് ഞാനിവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട്, തൂണിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മോൾഡിറ്റ് തന്നെ ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അതിൻ്റെ സൈഡിൽ വെച്ചിട്ടുണ്ട്. ഒരു പാറക്കല്ല് പോലെയൊക്കെ ഒരു ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ അങ്ങ് ചെയ്തേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മുടെ 2 തൂണുകളും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഒരു കുറച്ച് സമയം, ഒരു 1 അവർ ഫ്രീ ആയിട്ട് വിട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ഉണങ്ങി നന്നായിട്ട് സെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഈ തൂണിൻ്റെ നടുക്കുകൂടെ ഒരു ഈർക്കിലിയുടെ പീസും കൂടെ മോൾഡിറ്റിൽ ഫിക്സ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ആ 2 തൂണിനെയും ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ചെറിയ പീസും കൂടി ഒന്ന് വെച്ച് കൊടുക്കണം. അപ്പോൾ അതും നമ്മൾ ഇതേപോലെ മോൾഡിറ്റും ഫെവിക്കോളും ഒക്കെ വെച്ചിട്ട് തന്നെയാണ് അതും അവിടെ ഫിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കിണറിൻ്റെ ഫിക്സിങ് പരിപാടിയൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത്, ഇതിന് നമുക്കൊരു റൂഫ് കൂടെ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതെല്ലാം ഉണങ്ങി സെറ്റായതിന് ശേഷം മാത്രം നമ്മൾ ഓരോ കാര്യങ്ങളും, നമ്മൾ ചെയ്യുന്ന ഓരോ പോർഷൻസും എല്ലാം ഉണങ്ങിയതിന് ശേഷം മാത്രം അടുത്തതിലേക്ക് പോവുക. അല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഇളകിപ്പോവും, പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഉണങ്ങിയിട്ട് മാത്രം ഓരോ അടുത്തടുത്ത കാര്യങ്ങളെല്ലാം ഉണങ്ങിയതിന് ശേഷം മാത്രം ചെയ്യുക. പിന്നെ നമുക്ക് റൂഫ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
സ്ക്വയറിലെ ഒരു പേപ്പർ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കുറച്ച് കട്ടിയുള്ളൊരു പേപ്പർ എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൻ്റെ പുറത്ത് നമ്മൾ മോൾഡിറ്റ് ഒന്ന് പരത്തി കൊടുക്കുക. അപ്പം പരത്തുമ്പോൾ അത് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് പൗഡറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് തിക്നെസ്സിലൊന്നും പരത്തേണ്ട ആവശ്യമില്ല. കുറച്ചൊരു നമുക്ക് ഈ പേപ്പർ ഒന്ന് കവർ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള തിക്നെസ്സിൽ മാത്രം മോൾഡിറ്റ് പരത്തിയെടുത്താൽ മതിയാവും. അപ്പോൾ അത് പരത്തി വരുമ്പോൾ തന്നെ എന്തായാലും നിങ്ങൾക്ക് കൂടുതലായിട്ട് നല്ല രീതിയിൽ നമ്മളൊന്നൊരു റോൾ ചെയ്തൊരു സാധനം വെച്ചിട്ട് പരത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ട് കറക്റ്റായിട്ട് ആ ഒരു സൈഡ് നമുക്ക് കിട്ടും. അപ്പോൾ അതൊന്ന് നമ്മളിതാ സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ സൈഡൊക്കെ ഒന്ന് എക്സസ് ആയിട്ട് നിൽക്കുന്ന കൂടുതലായിട്ട് നിൽക്കുന്ന പോർഷൻസൊക്കെ ഒന്ന് എന്താ പറയുക ഒന്ന് മാറ്റി കൊടുക്കുക. അതിന് ശേഷം ഈ ഒരു രീതിയിൽ ഒന്ന് വെച്ച് നോക്കുക. അപ്പോൾ അത് കറക്റ്റ് ആണോ എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് പേപ്പർ കട്ട് ചെയ്യുമ്പോൾ തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ രീതിയിൽ വെക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഉള്ളിൽ മോൾഡിറ്റിൻ്റെ ചെറിയ പീസ് തന്നെ വെച്ചിട്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മളിതാ റൂഫും കൂടെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആ ഒരു നൈഫ് ഉണ്ടല്ലോ, നൈഫ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ടെക്സ്ചറും കൂടെ നമുക്ക് കിട്ടും. അപ്പോൾ റൂഫ് എന്തായാലും പ്ലെയിൻ ആയിട്ടിരിക്കുന്നേക്കാളും എന്തുകൊണ്ടും നല്ലത് ഇങ്ങനെ എന്തെങ്കിലും ഒരു ഡിസൈനും കൂടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക് വരുന്നത്, നമ്മുടെ കിണറിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എനിക്ക് എന്തായാലും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു പോർഷനാണ് ആ റൂഫ്, ആ ഡിസൈൻ. വെറുതെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കിയതാണ്, പക്ഷേ സംഭവം എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കുഞ്ഞി കിണറിൻ്റെ ഫൈനൽ വർക്കിലോട്ടാണ് ഇനി നമ്മൾ പോകുന്നത്. അപ്പോൾ അതെന്തായാലും എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ കളർ കൂടി കൊടുത്തു കഴിഞ്ഞാൽ സംഭവം സെറ്റാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ബ്രൗൺ കളറാണ്, ബ്രൗൺ കളർ ഒരു ലൈറ്റ് ബ്രൗൺ ആണ്. ഒരുപാട് അതായത് 1-2 കോട്ട് അടിക്കേണ്ട ആവശ്യമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഒരു വൈറ്റ് ബേസ് അടിച്ചതിന് ശേഷം കളർ കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് വേണമെങ്കിലും കൊടുക്കാം. ഞാനിവിടെ ഡയറക്റ്റാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ബ്രൗൺ കളറാണ് ഞാനിവിടെ നമ്മുടെ റൂഫിന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊരു കാര്യം പറയാനായിട്ട് വിട്ടുപോയി. നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അതൊക്കെ ഒന്ന് കമൻ്റായിട്ട് പറയുക. കാരണം നിങ്ങൾ തരുന്ന ലൈക്കും കമൻറ്റും ഒക്കെയാണ് എനിക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ ആവുന്നത്. അപ്പോൾ എന്തായാലും മടിയൊന്നും കാണിക്കാതെ നിങ്ങൾ ലൈക്കും കമൻറ്റും ഒക്കെ എനിക്ക് വാരിക്കോരി തന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ റൂഫിന് കംപ്ലീറ്റ് ആയിട്ട് ബ്രൗൺ കളർ അടിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ആ താഴത്തെ റൗണ്ട് പോർഷനിൽ ഗ്രീൻ കളറാണ് കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലിരുന്ന ഗ്രീൻ ഒരു ഒലീവ് ഗ്രീൻ പോലത്തെ ഒരു കളറായിരുന്നു. അപ്പം നല്ല ഗ്രീൻ ഉണ്ടെങ്കിൽ ആ കളർ അടിച്ചു കൊടുത്താലും കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. അപ്പോൾ ഞാൻ ഇവിടെ ഗ്രീൻ കളറും ഒക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട്. സത്യത്തിൽ ഈ വീഡിയോ എല്ലാം റെഡിയാക്കി വെച്ചിട്ടിപ്പോൾ 2-3-4 ദിവസമായിട്ടുണ്ടായിരുന്നു. പക്ഷേ വോയിസ് കൊടുക്കൽ കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് നമ്മുടെ വീട് റോഡിൻ്റെ സൈഡിലായതുകൊണ്ട് ഈ വണ്ടിയൊക്കെ പോകുന്നതും ഒക്കെ വരുമ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ വോയിസ് കൊടുക്കൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അപ്പോൾ വോയിസ് കൊടുക്കാനൊക്കെ ഇടയ്ക്ക് കുറച്ച് പെൻഡിങ് ആയപ്പോഴത്തേക്കും എൻ്റെ വീഡിയോയും ഡിലേ ആയിപ്പോയി. അപ്പോൾ ഇവിടെ നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഞാൻ ആദ്യം നമ്മൾ ഷോർട്സ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്സിൽ നമ്മൾ ഈ കിണറിന് വേറൊരു കളറായിരുന്നു കൊടുത്തിരുന്നത്. പക്ഷെ എനിക്കതൊരു ഭംഗിയായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ ആ കളറങ്ങ് മാറ്റിയിട്ട് ഒരു ബ്രിക്ക് റെഡ് കളർ, അതായത് നമ്മുടെ റെഡ് തന്നെ ഒരു ബ്ലാക്കും കൂടെ മിക്സ് ചെയ്തിട്ട് ഈ ഒരു ടെക്സ്ചർ ആക്കി അങ്ങ് എടുത്തതാണ്. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാനിവിടെ നമ്മുടെ കിണറിന് ഫുള്ളായിട്ട് കളർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും സ്കൂളൊക്കെ തുറന്ന് മക്കളൊക്കെ രാവിലെ പോയി കഴിഞ്ഞാൽ അമ്മമാരെല്ലാവരും ഫ്രീ ആവും. അപ്പോൾ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കാണുക. അതുപോലെ തന്നെ നിങ്ങളും ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ കാലിയായിട്ടുള്ള നമ്മുടെ പെയിൻറ്റ് കുപ്പികളൊക്കെ വലിച്ചെറിഞ്ഞ് കളയുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റീവായിട്ട് ഉണ്ടാക്കാൻ നിങ്ങൾക്കും പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻ്റായിട്ട് അറിയിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അതൊക്കെ നിങ്ങളൊന്ന് കമൻ്റായിട്ട് പറയുക. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്